MT പോലത്തെ ഒരു ലിറ്റററി എഡിറ്റർ ഇപ്പം നമുക്ക് ഒരു ഉണ്ടോ? അങ്ങനെ ഒരു അഭാവമുണ്ടോ ഇപ്പം ഇന്ത്യയിലില്ല? MT പറഞ്ഞത് വളരെ വളരെ റെലവൻ്റ് ആണ്. വാസ്തവത്തിൽ അത് ഈ അധികാരം ദുഷിപ്പിക്കും എന്നുള്ളത് നമ്മൾ പണ്ടേ പറയുന്നില്ല, പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്നുള്ള ഇതല്ലോ. പാണ്ഡവപുരം 76 മാതൃഭൂമിക്ക് കൊടുക്കുന്നത്. അത് MT ആയതുകൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ എടുത്ത് കളയത്. അതെ, അതിൻ്റെ പുറകെ വേറെ ചരിത്രമുണ്ട്. അത് പറയണമെങ്കിൽ ഞാൻ പറയാം. അതെന്താണെന്ന് വെച്ചാൽ മാതൃഭൂമിയിൽ എന്തോ പ്രോബ്ലമൊക്കെ ഉണ്ടായിട്ട് MT കുറച്ച് കാലം വെളിയിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് വളരെ നല്ല ക്ലോസ് ആയിട്ട് പരിചയം. ഞാനും കുഞ്ഞബ്ദുള്ള ഞങ്ങളൊക്കെ എപ്പോഴും കോഴിക്കോട്ട് പോയും അങ്ങനെ കൂടെ 1-2 ദിവസം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും. ഫാമിലിയൊക്കെ ആയിട്ട് അങ്ങനെ ആദ്യത്തെ ഭാര്യയും ഒക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് വളരെ ക്ലോസ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് അങ്ങനെ തിരിച്ചു വന്നപ്പോൾ നോവലില്ല അവരുടെ കയ്യിൽ. ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി തീരുകയാണ്. അപ്പോൾ തീരുമ്പോൾ അങ്ങേർക്ക് ഹി വാസ് വറീഡ്. മാതൃഭൂമിക്ക് നോവലില്ലാത്ത കാലം ഉണ്ടായിട്ടില്ല. അവരിങ്ങോട്ട് ചോദിക്കണ്ട, നോവലവിടെ വന്ന് ചാടിക്കോളും. അപ്പോൾ ദാറ്റ് വാസ് എ ഡിഫറെൻറ്റ്. അന്ന് മുമ്പുള്ള ആരും എഡിറ്റർ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു ദിവസം തന്നെ ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു. എൻ്റെ ഓഫീസിലേക്ക് അന്നൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഫോണോ സെൽഫോണോ ഒന്നും ഇല്ലല്ലോ. 96 ഒരു ഫോൺ വരിക എൻ്റെ ഓഫീസ് ഫോണിൽ. അപ്പോൾ എൻ്റെ ബോസ് എനിക്ക് ഫോൺ തന്നു. MT വിളിക്കുകയാണ്, ചെയ്തു നോവൽ വല്ലതും കയ്യിലുണ്ടോ? ഞാൻ പറഞ്ഞു നോവലൊന്നുമില്ല, അങ്ങനെയൊക്കെ ഈ ഡേറ്റ് പറഞ്ഞ് എഴുതാൻ എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ വല്ലപ്പോഴൊക്കെ എഴുതുള്ളൂ, അങ്ങനെയല്ല എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ആലോചിക്കും. അപ്പം ഞാൻ പറഞ്ഞ ഒരു ചില സ്ക്രിബിൾ ചെയ്തിട്ടുണ്ട് ചില സാധനം, പക്ഷേ ഞാൻ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചു. അപ്പോൾ MT പറഞ്ഞു, ഐ വിൽ കോൾ യു നെക്സ്റ്റ് വീക്ക്, യു സീ വെദർ യു ക്യാൻ ഡെവലപ്പ് ഇറ്റ് ഫർദർ ഓർ യു ക്യാൻ make some changes or whatever it is, so that we can take it forward. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിത് വളരെ പേടിയാണ്. ഒന്നാമത് അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി നന്നായിട്ട് പോയ ഒരു നോവലാണ്. മാത്രമേ ഞങ്ങൾക്കൊക്കെ അവരുടെ വലിയ ബഹുമാനമുള്ളതാണ്. അതിനെ പിന്തുടർന്ന് വരിക എന്ന് പറഞ്ഞാൽ, ഞാൻ അന്നൊരു എഴുതി തുടങ്ങിയിട്ടൊരു 9 കൊല്ലമായിട്ടുള്ളൂ. നോവീസ് എന്ന് തന്നെ പറയാം. മാതൃഭൂമി എന്നൊരു നോവൽ വരാൻ അതിനുപരി കിരാതം എന്ന് പറഞ്ഞ ചെറിയ സാധനം വന്നിരുന്നു, നോവല്ല. പക്ഷേ ഈ എൻകറേജ് മീ, അങ്ങനെ പറഞ്ഞു അതിൻ്റെ അല്ല, ഐ ലീവ് ഇറ്റ് യു, ഇഫ് യു ആർ കോൺഫിഡൻറ്റ് യു ടെൽ മീ. അതൊരു വാസ്തവത്തിലൊരു ഭാഗ്യം, ഒരു ബ്രേക്ക് ത്രൂ ആണ്. ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നീട് അതിനെപ്പറ്റി സ്വപ്നം കാണാൻ തുടങ്ങി. അതങ്ങനെ ഒരു സമയം ഒരു പത്രാധിപർ ചോദിച്ചുകൊണ്ട്, MT പോലെയുള്ള വലിയ ആൾ ചോദിച്ചുകൊണ്ട്, ഐ വാസ് ഫോഴ്സ്ഡ് ടു ഡ്രീം അബൌട്ട് ദ ക്യാരക്ടേഴ്സ്. ആ ക്യാരക്ടറിനൊക്കെ ഒന്ന് മാറ്റാം എന്നൊക്കെ എനിക്ക് തോന്നി. പിന്നെ എഴുതാൻ തുടങ്ങിയപ്പോൾ പിന്നെ കുറച്ച് എളുപ്പമായി. അതൊരു പാത്ത് ബ്രേക്കിംഗ് നോവലായിരുന്നു. അത് കഴിഞ്ഞ് അത് മാതൃഭൂമിയിൽ വന്നപ്പോൾ ഭയങ്കര റിയാക്ഷൻ, എതിരായിട്ട് റിയാക്ഷൻ. പക്ഷേ വായനക്കാരുടെ കത്തുകളിൽ ഇട്ടില്ല. അവർ ചോദിച്ചത്, ഇയാൾക്ക് കിറുക്കാണ്, വാസുവിനെങ്കിലും ബോധമില്ല. കാരണം അന്തർജനത്തിൻ്റെ നോവൽ കഴിഞ്ഞ് വന്ന് ട്രഡീഷണൽ നോവലിന് ശേഷം വരുന്നത് ഇതുപോലെ സാധനം, ഭ്രാന്തൻ നോവൽ. അപ്പോൾ അന്ന് അതുപോലെ വന്നിട്ട് എഴുതിയിട്ടുള്ള MP നാരായണപിള്ള മാത്രമേ ഉള്ളൂ കിറുക്കൻ നോവൽ. പുള്ളി നോവൽ അന്ന് എഴുതിയിട്ടില്ല. ആദ്യം എഴുതി തുടങ്ങുന്ന സാഹിത്യ കഥ സാറ് അയച്ചു കൊടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. എന്നിട്ടത് MT തിരിച്ചു കഥ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. കഥ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, കഥ കിട്ടി കൊള്ളാം, മാറ്റി വെച്ചിരിക്കുന്നു. അത് ഒരു എഴുത്ത് കിട്ടിയില്ലായിരുന്നെങ്കിൽ അന്ന് സാറ് ആ എഴുത്ത് നിൽക്കുമായിരുന്നു. അല്ലല്ല, അത് ശരിയാണ്. ഈ MT പോലത്തെ ഒരു ലിറ്റററി എഡിറ്റർ ഇപ്പം നമുക്ക് ഒരു ഉണ്ടോ? അങ്ങനെ ഒരു അഭാവമുണ്ടോ ഇപ്പം ഇന്ത്യയിലില്ല. ഞാൻ അങ്ങേരെ ഇരുത്തിയിട്ട് തൃശ്ശൂർ നാഗേട്ടിൻ്റെ 50ാമത്തെ വർഷം മറ്റോ ഒരു പടങ്ങി ഞാൻ പറഞ്ഞു, MTയേക്കാൾ വലിയ റൈറ്റേഴ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും. പക്ഷേ നിങ്ങളെപ്പോലെ ഒരു ലിറ്റററി എഡിറ്റർ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല.
കാരണം ഈ ഹിന്ദിയിലൊക്കെ യശ്പാൽ അങ്ങനെ ചിലരൊക്കെ കുറച്ച് കാലമൊക്കെ ഇരുന്നു. പക്ഷേ ഇത് എത്ര കൊല്ലം അങ്ങനെ ഇരുന്നു. മാത്രമല്ല ജനറേഷൻ ആലോചിച്ച് നോക്കൂ. കാക്കനാടൻ, മുകുന്ദൻ, ഞാൻ, കുഞ്ഞബ്ദുള്ള, MP നാരായണപിള്ള, MP നാരായണപിള്ള, പിന്നെ സക്കറിയ, ഇത്ര പേര് ഒരു ബ്രേക്ക് എന്ന പുള്ളിയല്ലേ. അപ്പോൾ അതാലോചിച്ച് നോക്കുക. അത് ആ 8-10 പേര് ഇന്ന് റെലവൻ്റാ അല്ലേ? ഇപ്പോഴും മുകുന്ദനും സക്കറിയും ആനന്ദും ഞങ്ങളൊക്കെ റെലവൻ്റ് അല്ലേ? ഇപ്പോഴും എൻ്റെ നോവല് മാധ്യമത്തിൽ തീർന്നു. അറ്റ്ലീസ്റ്റ് ദേ ആർ ആസ്കിങ് മീ. എനിക്ക് 82 വയസ്സായി. നമ്മൾ ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞു. സ്റ്റിൽ ദേ ആർ ആസ്കിങ് മീ. ഇപ്പോൾ ഒരു മാതൃഭൂമിയുടെ ആനുവൽ വരുന്നു, ഓണപ്പതിപ്പ് വരുന്നു, കഥ വേണമെന്ന് സുഭാഷ് ചന്ദ്രൻ ചോദിക്കുന്നു. അപ്പം നമ്മളിതിനകത്ത് ഇപ്പം ആർട്ടിസ്റ്റായാലും ഇപ്പോൾ സിനിമാ നടനായാലും എഴുത്തുകാരനായാലും ജീവിതകാലം റെലവൻ്റ് ആകുക, അതാണ് അതിൻ്റെ അൾട്ടിമേറ്റ്. അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും പോട്ടെ, ഊഹി ബോധം. മറ്റൊരു റീസൺ കൊണ്ടുകൂടെ ആയിക്കൂടെ? അതായത് ഒരു സേതു സക്കറിയോ മുകുന്ദനോ പിന്നെ വരുന്നില്ല എന്നതും അതിനെപ്പറ്റി ഞാൻ പറയുന്ന നേരമില്ലല്ലോ. യു ക്യാൻ മേക്ക് യുവർ ഓൺ ജഡ്ജ്മെൻറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ പക്ഷേ ഇപ്പോൾ ഒരുപാട് ബ്രില്യൻ്റ് റൈറ്റേഴ്സ് വരണ്ട കേട്ടോ. കഴിഞ്ഞ ദിവസം പറഞ്ഞു വളരെ റെലവൻ്റ്. പവറിൻ്റെ ദുരധികാരം എങ്ങനെ വരുന്നു ഇങ്ങനെ മുകുന്ദൻ പറയുന്നു. പല എഴുത്തുകാരും അല്ലല്ല, അതെ പറഞ്ഞ് അറ്റൻഷൻ വാങ്ങണം എന്നുള്ള എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് പക്ഷേ ഐ ഫുള്ളി അഗ്രി വിത്ത് ദാറ്റ്. ഇന്ന് ബേസിക്കലി MT പറഞ്ഞത് വളരെ വളരെ റെലവൻ്റാണ്. വാസ്തവത്തിൽ അത് ഈ അധികാരം ദുഷിപ്പിക്കും എന്നുള്ളത് നമ്മൾ പണ്ടേ പറയുന്നില്ലേ, പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്നുള്ള ഇതല്ലോ. അതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് വെറും ഒരു പവറിൻ്റെ യൂസ് മാത്രമല്ല, അത് അതിൻ്റെ മിസ്യൂസ് ഒരുപാട് ഏരിയയിൽ കടന്നു പോകുന്നു. ഇപ്പോൾ ഡൽഹിയിലായാലും കേരളത്തിലും മോശമില്ല. അപ്പോൾ MT രണ്ടിനെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ്, എനിക്ക് സംശയമില്ലത്. കാരണം നമ്മൾ ഒരു വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകൾ പോലും മാറും.